ശക്തമായ കാറ്റിൽ തൃശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര നിലംപൊത്തിയ സംഭവത്തിൽ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ രൂക്ഷമായ തർക്കം. കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് കോൺഗ്രസും ബി.ജെ.പിയും കൗൺസിൽ യോഗത്തിൽ ശക്തമായ നിലപാടെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനും കൗൺസിലർ ജോൺ ഡാനിയേലും ആവശ്യപ്പെട്ടു. നല്ലൊരു മേയറാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മേൽക്കൂര വീണിട്ടും വലിയ അപകടം സംഭവിക്കാതിരുന്നതെന്ന് മേയർ എം.കെ. വർഗീസ് പറഞ്ഞു. സംഭവത്തിലെ അന്വേഷണം വിജിലൻസിന് വിടാൻ തീരുമാനിച്ചതായും മേയർ പറഞ്ഞു. അരിസ്റ്റോ റോഡ് ഉദ്ഘാടനം മേയർ ബഹിഷ്കരിച്ചതും ഉദ്ഘാടനത്തിന് മന്ത്രി ബിന്ദുവിനെ ക്ഷണിച്ചതും ശരിയായില്ലെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. ബി.ജെ.പിയുടെ എം.എൽ.എക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവെന്ന് മേയർ യോഗത്തിൽ പരിഹസിച്ചു. സ്വന്തമായി കെട്ടിടമില്ലാത്ത അങ്കണവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങുന്ന പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്നാരോപിച്ച് ചില ഭരണപക്ഷാംഗങ്ങൾ മേയർക്കെതിരെ രംഗത്തെത്തി. മേയറെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു. തെരുവുവിളക്കുകൾ പലയിടത്തും കത്തുന്നില്ലെന്നും കൗൺസിലർമാർ പരാതിപ്പെട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തീയതി വാങ്ങാതെ നോട്ടീസിൽ പേരുവെക്കുമ്പോൾ അദ്ദേഹം അത് അറിയുന്നില്ലെന്ന ബി.ജെ.പി. കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിയുടെ ചോദ്യത്തിന് വിളിച്ചാൽ സുരേഷ് ഗോപി ഫോൺ എടുക്കുന്നില്ല എന്നായിരുന്നു മേയറുടെ മറുപടി. TC വിനോസ്, തൃശൂർ.